ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സൈജു കുറുപ്പ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അന്താക്ഷരി എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അന്താക്ഷരി എന്ന നല്ലൊരു ത്രില്ലർ സിനിമ നിങ്ങൾ കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. കിഷോർ തൻ്റെ അമ്മയെ കൊന്ന ദേഷ്യത്തിലാണ് ആ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന എല്ലാവരെയും കൊല്ലുന്നത്. അതിന് അമ്മയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ടെലസ്കോപ്പും അയാൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾക്കും ഈ കൊലപാതകങ്ങളിൽ സാമ്യതയുണ്ട്. ഒന്ന്, അയാൾ ആ ബുള്ളറ്റിൻ്റെ ഉടമസ്ഥനെ കൊല്ലുന്നതിനും ഒരു മാസം മുന്നേ അയാളുടെ മക്കളെ കൊന്ന് അയാളുടെ സങ്കടവും ടെൻഷനും എല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഇതിന് കാരണം കിഷോറിന്റെ അമ്മയെ കൊല്ലുന്ന സമയം അനന്തൻ കിഷോറിനെ കെട്ടിയിട്ട് കിഷോറിന്റെ സങ്കടം കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, അയാൾ ഈ ബുള്ളറ്റ് വാങ്ങിയവരുടെ വീട്ടിലെ പെൺകുട്ടികളെ മാത്രമാണ് കൊല്ലുന്നത്. ഒരിക്കലും ആൺകുട്ടികളെ കൊല്ലാൻ നോക്കിയിട്ടില്ല. കാരണം കിഷോറിന് നഷ്ടപ്പെട്ടത് അമ്മയെയാണ്. അതുപോലെ ആ ബുള്ളറ്റിന്റെ ഉടമസ്ഥർക്ക് പെൺമക്കളെ നഷ്ടപ്പെടണമെന്നാണ് അയാളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അയാൾ സത്യത്തിൽ കാർത്തിക്കിനെ കൊല്ലാതെ വെറുതെ വിട്ടത്. അല്ലാതെ ദാസ് കരുതിയതുപോലെ കാർത്തിക് ഉണ്ണിയുടെ മകനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാകണമെന്നില്ല. സിനിമയിൽ കിഷോറിന്റെ ബാല്യം കാണിക്കുന്ന സമയം കിഷോറും അമ്മയുമെല്ലാം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഷോർ സ്കൂളിൽ പോകുന്ന സീനുകൾ കാണിക്കുമ്പോൾ അവിടെ മറ്റു കുട്ടികൾ സ്കൂൾ ബാഗും പഴയകാലത്ത് ഉപയോഗിക്കുന്ന പെട്ടികളും മറ്റും യൂസ് ചെയ്യുന്നതായി കാണിക്കുന്ന സമയം കിഷോർ ഇതൊന്നുമില്ലാതെ പുസ്തകം കയ്യിൽ കൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സിനിമയിലെ ഏറ്റവും വലിയ ബ്രില്യൻസായി എനിക്ക് തോന്നിയത് ആ ബുള്ളറ്റ് നമ്മളെ കാണിച്ചിരിക്കുന്ന രീതിയാണ്. സിനിമയിൽ ആദ്യമെല്ലാം ഈ ബുള്ളറ്റ് കാണിക്കുന്ന സീനുകളിൽ ഒരിക്കൽ പോലും ഇത് ദാസ് ഉപയോഗിക്കുന്ന ആ സെയിം ബുള്ളറ്റ് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആദ്യത്തെ ആ സീനുകളിലെല്ലാം ആ ബുള്ളറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വണ്ടിയുടെ നമ്പർ ഒറ്റ ഷോട്ടിൽ പോലും നമ്മളെ വ്യക്തമായി കാണിക്കുന്നതേയില്ല. എന്നാൽ ആ ബുള്ളറ്റാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് ദാസ് കണ്ടെത്തിയതിനു ശേഷം വീണ്ടും ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോൾ ആദ്യ ഷോട്ടിൽ തന്നെ ആ വണ്ടിയുടെ നമ്പർ നമ്മളെ വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നു. പിന്നീട് ഇതുപോലെ പല സമയത്തും ആ വണ്ടിയുടെ നമ്പർ നമ്മളെ കാണിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെ കവിതയുടെ മരണം കാണിക്കുന്ന സമയം അവിടെ ഈ ബുള്ളറ്റിന്റെ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ അറിയാതിരിക്കാൻ ആ ബുള്ളറ്റിനെ ഇരുട്ടിൽ മറച്ചിരിക്കുന്നതായും പെർഫെക്റ്റ് ആയി തന്നെ കാണിച്ചിട്ടുണ്ട്. വീഡിയോ തുടരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഷോർട്ട് കട്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം റീൽസ്, വാട്സപ്പ് സ്റ്റാറ്റസ് എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഷോർട്ട് കട്ട്. ഈ ആപ്ലിക്കേഷനിലൂടെ 100ലധികം ഇഫക്ട്സുകളും കൂടാതെ മറ്റെല്ലാ പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ ഉള്ളതുപോലെ തന്നെ ധാരാളം എഡിറ്റിംഗ് ഫിൽറ്റേഴ്സ്, പുതിയ ആനിമേറ്റഡ് ഫോൺസ്, വീഡിയോ റിഫേഴ്സിംഗ് ഇഫക്ട്സ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഇതിലും ഉപയോഗിക്കാവുന്നതാണ്. വാട്ടർമാർക്ക് ഒന്നും കൂടാതെ ഹൈ ക്വാളിറ്റി വീഡിയോസ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ എക്സ്പോർട്ട് ചെയ്തെടുക്കാനും സാധിക്കും. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നയനയെ ആദ്യമായി കാണിക്കുമ്പോൾ കേദാരത്തിലേക്ക് പോകാൻ നിൽക്കുന്ന നയന പോലീസ് ജീപ്പിൽ കയറുകയും പോലീസുകാരൻ നയനയോട് പേര് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ശ്രീനിവാസ് കൃത്യമായി നയന എന്ന് പറയുന്നതായി കാണാം. ഇത് നയനയുടെ ബാഗിലുള്ള ആ ടാഗിൽ നിന്നും പേര് മനസ്സിലാക്കിയെടുത്തത് കൊണ്ടാകാം. ഈ സിനിമയിൽ പാട്ടുകൊണ്ടുള്ള അന്താക്ഷരി ഗെയിമിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ മിക്ക കഥാപാത്രങ്ങൾക്കും പ്രശസ്തരായ പാട്ടുകാരുടെ പേരുകൾ, അതായത് ദാസ്, ചിത്ര, ഹരിഹരൻ, ജയചന്ദ്രൻ, ശ്രീനിവാസ്, സുജാത, സോനു, കിഷോർ, ശ്രീകുമാർ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്നും കാണാം. ശ്രീനിവാസ് ആദ്യമായി ചാർജ് എടുക്കാൻ വരുന്ന ദിവസം സോനു വാസുദേവന്റെ പാർട്ടിക്കാർ അടുത്ത ദിവസം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ റാലി നടത്താൻ പോകുന്നുവെന്ന് പറയുന്നുണ്ട്. പിന്നീട് മകളെ കൊല്ലാൻ ശ്രമിച്ചത് വാസുദേവനാണോ എന്നറിയാൻ ദാസ് അയാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അടുത്ത ദിവസത്തെ പ്രതിഷേധ ജാഥയ്ക്കുള്ള കരിങ്കൊടിയും ഫ്ലെക്സുകളും മറ്റും പാർട്ടി പ്രവർത്തകർ പിടിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാം. ഒരു സീനിൽ ജയചന്ദ്രൻ യേശുദാസ് ആകുമെന്ന് കരുതിയാണോ തനിക്ക് ദാസ് എന്ന് പേരിട്ടതെന്ന് ദാസിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായി ദാസ്, ഞാനൊരിക്കലും പാട്ടുകാരനാകുമെന്ന് കരുതിയല്ല ഈ പേരിട്ടത്, മറിച്ച് എൻ്റെ അച്ഛനൊരു ബുക്ക് വലിയ ഇഷ്ടമായിരുന്നു, ആ ബുക്കിൻ്റെ പേരിലെ ആദ്യത്തെ വാക്കാണ് ദാസ് എന്നും പറയുന്നുണ്ട്. ഇത് കാൾ മാർക്സ് എഴുതിയ ദാസ് ക്യാപിറ്റൽ എന്ന ബുക്കിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാകാം. സോ ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.